എക്സസൈസ് നമ്പർ 8 ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ABC ലിമിറ്റഡ് കമ്പനിയാണ്. അതിന് 3 പ്രൊഡക്ഷൻ ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ 5 വെയർഹൗസുകളിലേക്ക് ആ പ്രോഡക്ട്സ് എത്തിച്ചു കൊടുക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നിരിക്കുന്നു. പിന്നീട് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേബിളിൽ തന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ്. അപ്പം ഇവിടെ പിന്നെ 3 ഷോപ്സ് ABC, ഈ 3 ഷോപ്പിൽ നിന്നും 5 വെയർഹൗസുകളിലേക്കായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രൊഡക്ഷൻ ഷോപ്പുകൾക്കും എത്ര പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കപ്പാസിറ്റി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ വെയർഹൗസുകൾക്കും എത്ര പ്രോഡക്ട്സാണ് റിക്വയർഡ് ആയിട്ടുള്ളത് അതിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സും താഴെ തന്നിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് ചെക്ക് ചെയ്യണം. ടോട്ടൽ കപ്പാസിറ്റി ടോട്ടൽ റിക്വയർഡിന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ടോട്ടൽ 400 യൂണിറ്റ്സ് ആണ്, അത് രണ്ടും ഈക്വൽ ആകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് കോസ്റ്റ് തന്നിരിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടാതെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഉണ്ട് അല്ലേ. അപ്പം ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം പ്രൊഡക്ഷനെ ബാധിക്കുന്ന കാര്യമല്ല. പ്രൊഡക്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് അവിടെ റിമൈൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഓരോ ഷോപ്പിനും എത്രയാണോ വേരിയബിൾ കോസ്റ്റ് വരുന്നത് അത് നമ്മൾ ഓരോ വെയർഹൗസുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ കൂടെ ഓരോ വെയർഹൗസിൻ്റെയും പിന്നെ ഓരോ ഷോപ്സുകളുടെയും കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ഷോപ്പ് എയ്ക്ക് 14 വേരിയബിൾ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പം ഷോപ്പ് എയുടെ ഓരോ വെയർഹൗസിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ കൂടെ ഈ വേരിയബിൾ കോസ്റ്റും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളാണ് കിട്ടുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മെട്രിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ. ABC 3 ഷോപ്സ്, അതുപോലെ അതിൻ്റെ കോസ്റ്റുകൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്തിട്ടുള്ളത് ആണ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ ഒരു അലോക്കേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഇതാണ്. അപ്പം ഇവിടെ പിന്നെ നമ്മുടെ നമ്പർ ഓഫ് അലോക്കേഷൻസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 അലോക്കേഷൻസ് ഉണ്ട്. അത് പിന്നെ നമുക്ക് മൊത്തത്തിൽ 8 ആണ്. m+n-1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്റ്റിമാലിറ്റിയാണ് ചെക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടേബിൾ നമ്മുടെ അലോക്കേറ്റഡ് ആയിട്ടുള്ള ടേബിളാണ്. നമ്മൾ ഒപ്റ്റിമാലിറ്റി ഫൈൻഡ് ചെയ്യുന്നതിന് ഫസ്റ്റ് UI/VJ വാല്യൂസ് ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. UI എന്ന് പറയുന്നത് റോസും അതുപോലെ VJ എന്ന് പറയുന്നത് കോളംസുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് U1, U2 ആൻഡ് U3 അങ്ങനെ 3 റോസ് ആണുള്ളത്. ദെൻ കോളംസ് നോക്കുമ്പോൾ V1, V2, V3, V4 ആൻഡ് V5. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒക്യുപ്പൈഡ് സെൽസ് എന്ന് പറയുന്നത് അലോക്കേഷൻസ് നടത്തിയിട്ടുള്ള സെൽസാണ്. അലോക്കേറ്റഡ് ആയിട്ടുള്ള സെൽസുകളിൽ വന്നിരിക്കുന്ന കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കും. അത് വെച്ചിട്ട് നമ്മളൊരു ഫോമുല ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് U1ൽ 2 അലോക്കേഷൻസ്, U1 എന്ന് പറയുന്ന റോയിൽ 2 അലോക്കേഷൻസ് വന്നിട്ടുണ്ട്, 85ഉം 15ഉം. നമുക്കവിടെ അലോക്കേഷൻസ് അല്ല വേണം, നമ്മൾ കോസ്റ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോമുല എന്ന് പറയുന്നത് U1 + V3 ആണ്. U1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ആണ്, V3 എന്ന് പറയുന്നത് തേർഡ് കോളമാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് അലോക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ U1 + V3 = 18 ആണ്. ദെൻ U1 + V5ലാണ് അടുത്ത അലോക്കേഷൻ വന്നിരിക്കുന്നത്. അവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 19 ആണ്. നിങ്ങൾക്ക് ഇവിടെ തെറ്റിപ്പോകാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കോസ്റ്റിന് പകരം ചിലപ്പോൾ അലോക്കേഷൻ = എന്ന് പറഞ്ഞിട്ട് അലോക്കേഷൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്ത് എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ U1ൻ്റെയും VJൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് എഴുതുക. നമ്മുടെ കോസ്റ്റ് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം U1 + V3 = 18, U1 + V5 = 19 ആണ്. ദെൻ സെക്കൻഡ് റോ അതായത് U2 + V2 സെക്കൻഡ് കോളത്തിലും സെക്കൻഡ് റോയിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ U2 + V2 അവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 22 ആണ്. അപ്പം U2 + V2 = 22. ദെൻ അടുത്തത് U2 + V5 ആണ്. U2 + V5 = 24. മനസ്സിലായല്ലോ, അവിടെ 45 എഴുതി വെക്കരുത്, 24 ആണ് കോസ്റ്റാണ് എഴുതേണ്ടത്. ദെൻ തേർഡ് റോയിലോട്ട് വരുമ്പോൾ U3 ആണ് തേർഡ് റോ. U3 + V1 = അവിടുത്തെ കോസ്റ്റ് 18 ആണ്. ദെൻ U3 + V4 =
18 ആണ്, 105 അല്ല 18 ആണ്. ദെൻ u3 പ്ലസ് v5 ഈക്വൽ ടു 19. ഓക്കെ, അപ്പം ഇതിൻ്റെ കോസ്റ്റ് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ ഈ അലോക്കേറ്റഡ് ആയിട്ടുള്ള സെൽസുകളിലെ കോസ്റ്റിനെ വെച്ചിട്ട് നമ്മളൊരു ഫോമുല ഫോം ചെയ്യും. അത് റോയും കോളവും വെച്ചിട്ട് ഓൾറെഡി മോഡി മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് u1ൻ്റെ വാല്യൂ കിട്ടി, u2ൻ്റെ, അതായത് നമ്മൾ ആ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് u3യിലാണ് ഏറ്റവും കൂടുതൽ അലോക്കേഷൻസ് ഉള്ളത്. അപ്പോൾ u3നെ നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതായതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. u3നെ നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ u3 0 ആണെന്നുണ്ടെങ്കിൽ u3യുടെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള v1, അപ്പോൾ v1 എത്ര ആയിരിക്കും? u3 പ്ലസ് v1 18 ആണ്. അപ്പം u3 0 ആണെങ്കിൽ v1 18 ആയിരിക്കും. ദെൻ u3 0 ആണെങ്കിൽ v4 18 ആയിരിക്കും. u3 0 ആണെങ്കിൽ v5 19 ആയിരിക്കും. അപ്പോൾ ഇത്രയും നമുക്ക് അപ്പോൾ തന്നെ എത്രയാണ് എന്നുള്ളത് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഫോമുല അപ്ലൈ ചെയ്ത് ഇതിൻ്റെ എല്ലാം ഈ v1ൻ്റെയും v4ൻ്റെയും v5ൻ്റെ ഫോമുല വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് ബാക്കിയുള്ള ഫോമുലേസും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം u1ൻ്റെയും v2ൻ്റെയും u1ൻ്റെയും u2ൻ്റെയും u3ൻ്റെയും അതുപോലെ v1 v2 v3 v4 v5 ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമുക്ക് ഇത്രയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവുക ഇവിടെ ആയിരിക്കും. നിങ്ങൾ കോസ്റ്റിന് പകരം അലോക്കേഷൻസ് ഈക്വൽ ടു വെച്ചിട്ട് എഴുതിയിട്ടുണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അതായത് കോസ്റ്റ് കറക്റ്റായിട്ട് എടുത്ത് ചെയ്താൽ നമുക്ക് ഇത്രയുമാണ് വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ DIJ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ DIJക്ക് വേണ്ടി നമ്മൾ അൺഒക്യുപ്പൈഡ് സെൽസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അതായത് അലോക്കേഷൻസ് നടത്തിയിട്ടില്ലാത്ത സെൽസ്. അപ്പോൾ ഇതിൻ്റെ ഫോമുല നമുക്കറിയാം. DIJ എന്ന് പറയുന്നത് CIJ മൈനസ് UI പ്ലസ് VJ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് CIJ പാർട്ട് വേണം. CIJ എന്ന് പറയുന്നത് അൺഒക്യുപ്പൈഡ് സെൽസിൻ്റെ കോസ്റ്റാണ്. അൺഒക്യുപ്പൈഡ് സെൽസിൻ്റെ കോസ്റ്റ് വരുന്നത് ഇതൊക്കെയാണ്. ഒക്യുപ്പൈഡ് സെൽസാണ് നമ്മൾ ഇൻറ്റു മാർക്കിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അൺഒക്യുപ്പൈഡ് സെൽസ് മതിയല്ലോ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 20 18 21 ദെൻ 21 23 20 തേർഡ് റോയിൽ 90 21 ഇത്രയുമാണ് വരുന്നത് കോസ്റ്റ്. CIJ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അൺഒക്യുപ്പൈഡ് സെൽസിൻ്റെ UI VJ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി UI VJ ഒക്യുപ്പൈഡ് സെൽസ് വെച്ചിട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കൺസേൺഡ് ആയിട്ട് നമ്മളൊരു ടേബിള് നോക്കിയിട്ട് UIൻ്റെ വാല്യൂ നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുക. UIൻ്റെ വാല്യൂ 0, u2ൻ്റെ ആ റോയിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് 5 ആണ്. u2 ഈക്വൽ ടു 5 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. u3 ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദെൻ അതുപോലെ v1ൻ്റെ വാല്യൂ 18 എന്ന് കണ്ടുപിടിച്ചു. v2ൻ്റെ വാല്യൂ 17, v3ൻ്റെ വാല്യൂ 18, v4ൻ്റെ വാല്യൂ 18, v5ൻ്റെ വാല്യൂ 19. അപ്പോൾ ഇത് നമ്മൾ ആ കൺസേൺഡ് കോളത്തിലും കൺസേൺഡ് റോയിലുമായിട്ട് ഈ UI VJ വാല്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടത് അൺഒക്യുപ്പൈഡ് സെൽസിലെ ആണ്. അപ്പോൾ അൺഒക്യുപ്പൈഡ് സെൽസിൽ ഈ രണ്ട് വാല്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ എഴുതാം. അപ്പം u1 പ്ലസ് v1 എന്ന് പറയുമ്പോൾ 0 പ്ലസ് 18, അതായത് u1 എന്ന് പറയുന്നത് 0 ആണ്, v1 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 0 പ്ലസ് 18. ദെൻ v2 അതുപോലെ തന്നെ ആ രണ്ട് റോയുടെയും കുളത്തിലും വന്നിരിക്കുന്ന ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന UI പ്ലസ് v2, അതായത് 0 പ്ലസ് 17 ആണ്. അങ്ങനെയാണ് ഈ ടേബിൾ മൊത്തം നമ്മൾ ചെയ്തിരിക്കുന്നത്. അൺഒക്യുപ്പൈഡ് സെൽസ് മാത്രം ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്താൽ മതി. UI VJ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ പറഞ്ഞതുപോലെ കൊടുത്തിട്ട് ആ ഓരോ സെൽസിലും നമ്മളത് ആഡ് ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് CIJ വാല്യൂസും UI പ്ലസ് VJ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ DIJ കണ്ടുപിടിക്കാൻ പോവുകയാണ്. DIJ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CIJ മൈനസ് UI പ്ലസ് VJ ആണ്. CIJ ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടേബിളാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ UI പ്ലസ് VJയും നമ്മൾ കണ്ടുപിടിച്ച ടേബിളാണ്, അത് ഞാൻ പറഞ്ഞു. ഇനി DIJ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ആ കൺസേൺഡ് സെൽസുകളിൽ നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം CIJ ഫസ്റ്റ് സെല്ല് നോക്കുക. ഫസ്റ്റ് സെല്ലിൽ CIJ എന്ന് പറയുന്നത് 20 ആണ്. ദെൻ UI പ്ലസ് VJ എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 20 പ്ലസ് 18 2 വരും. ദെൻ സെക്കൻഡ് സെല്ല് നോക്കുമ്പോൾ, അതായത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോയിൽ വരുന്ന സെക്കൻഡ് കോളത്തിൽ വരുന്ന സെല്ലാണ്, അതായത് 18 മൈനസ് 17 ആണ്. അതായത് അവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 18 ആയിരുന്നു, UI പ്ലസ് VJ വാല്യൂ എന്ന് പറയുന്നത് 17 ആയിരുന്നു. അപ്പോൾ അവിടെ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. തേർഡ് സെല്ലെന്ന് പറയുന്ന അലോക്കേഷൻ ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. അതുപോലെ ഫോർത്ത് സെല്ലും നോക്കുക, 21 മൈനസ് 18 വരും. ദെൻ അവിടെ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് DIJ വാല്യൂസ് നെഗറ്റീവ് വരാൻ പാടില്ല. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒപ്റ്റിമം സൊല്യൂഷൻ അല്ല.
അതുപോലെ തന്നെ ഏതെങ്കിലും പിന്നെ സെല്ലിൽ DIJ 0 വരുവാണെങ്കിലും ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ് അലോക്കേഷൻസ് ആയിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം 0 വരുവാണെന്നുണ്ടെങ്കിലും ഒപ്റ്റിമം സൊല്യൂഷനാണ്, ബട്ട് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഈ പറഞ്ഞതുപോലെ DIJ നമ്മൾ കണ്ടുപിടിച്ചു. ഓരോ സെൽസിലെയും ഓരോ അൺഒക്യുപ്പൈഡ് സെൽസിലെയും CIJ മൈനസ് UI പ്ലസ് VJ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 2 സെല്ലുകളിൽ നമുക്ക് നെഗറ്റീവ് പിന്നെ DIJ വന്നിട്ടുണ്ട്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലും അതുപോലെ സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളത്തിലും നമുക്ക് നെഗറ്റീവ് പിന്നെ DIJ ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് 2 സെല്ലുകളും നമുക്ക് നോക്കുക. ഇതിൽ ഏതെങ്കിലും സെല്ലിൽ നമുക്ക് അലോക്കേഷൻ കൊടുക്കാം. അപ്പം ഹയസ്റ്റ് നെഗറ്റീവ് വന്നിരിക്കുന്ന ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഹയസ്റ്റ് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് -3 ആണ് അല്ലേ? അപ്പോൾ ആ ഒരു സെല്ലിലോട്ട് നമുക്ക് അലോക്കേഷൻ. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കണം, നമുക്ക് ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ലൂപ്പ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം കോർണേഴ്സിൽ അലോക്കേഷൻസ് വരത്തക്ക രീതിയിൽ തുടങ്ങുന്നിടത്ത് തന്നെ എൻഡ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അലോക്കേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെല്ലിലോട്ട് പുതിയതായിട്ട് അലോക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 നെഗറ്റീവ് സെല്ലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് നെഗറ്റീവായിട്ടുള്ള -3 വന്ന അലോക്കേഷൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. കോർണറുകളിൽ അലോക്കേഷൻസ് വന്നിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നി -3ൽ നോക്കുക, അലോക്കേഷൻസ് ഉള്ളതാണ് ഇൻറ്റു മാർക്ക് ഇട്ടിരിക്കുന്നത്. അവിടെ തുടങ്ങുന്നിടത്ത് തന്നെ എൻഡ് ചെയ്യത്തക്ക രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് അലോക്കേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഇനി -2 നോക്കുക. -2ൽ നമുക്ക് -2ലും നമുക്ക് ഇല്ല, അലോക്കേഷൻ ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. -2ൽ ഓക്കെ ഫോം ചെയ്യാൻ പറ്റും. അതേ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പം അവിടെ അങ്ങേ അറ്റത്തെ എൻഡിൽ നമുക്ക് ഒരു കോർണർ വരാം, ദെൻ താഴെ വരാം, ദെൻ ഈ എൻഡിൽ കൊണ്ടുവരാം, ദെൻ അവിടെ എൻഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ 2 സെല്ലുകളും നമുക്ക് ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ തന്നെയാണ്. പക്ഷേ -3 വരുന്നത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. ഹൈസ്റ്റ് നെഗറ്റീവ് വന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നെഗറ്റീവ് വന്നിരിക്കുന്ന 2 സെല്ലുകൾ. അപ്പോൾ നമ്മളിവിടെ ലൂപ്പ് ഫോം ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞല്ലോ -3 വന്ന DIJ വന്ന ഒരു സെല്ലാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കവിടെ ഇനി ലൂപ്പ് ഫോം ചെയ്യണം. ഇവിടെ ലൂപ്പ് ഫോം ചെയ്യാനായിട്ട് നമുക്കറിയാം, നമ്മൾ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഒക്കെ നോക്കുക. നമുക്ക് അലോക്കേഷൻസ് കോർണറിൽ കിട്ടണം. അതായത് ടേൺ ചെയ്യുന്നിടത്ത് നമുക്ക് അലോക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനാണ്. അതുപോലെ തുടങ്ങുന്ന സെല്ലിൽ തന്നെ നമുക്ക് എൻഡ് ചെയ്യാനായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റണം, അങ്ങനെ ക്ലോസ് ആക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുക, നമ്മുടെ റൈറ്റ് സൈഡിൽ അലോക്കേഷൻ ഉണ്ട്, താഴോട്ട് വരുമ്പോഴും അലോക്കേഷൻ വരുന്നുണ്ട്, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അലോക്കേഷൻ ഉണ്ട്, നമുക്ക് തുടങ്ങിയെടുത്ത് തന്നെ എൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് ഒരു നോൺ ഇൻഡിപെൻഡൻറ്റ് പൊസിഷനാണ്. അപ്പോൾ നോൺ ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്കവിടെ എന്ത് ചെയ്യാം, അലോക്കേഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു സെല്ലിലോട്ട് അലോക്കേഷൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ആ ഒരു സെല്ലിലോട്ട് കൊടുക്കാൻ പോകുന്ന അലോക്കേഷൻ എത്രയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ആ അലോക്കേഷനെ എക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ മോഡിംഗ് മെത്തേഡ് പറഞ്ഞപ്പോൾ. അപ്പോൾ എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ തൊട്ടടുത്ത അലോക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എത്രയാണോ അവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് -x എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 45 ആണ് അവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 45 - x എന്നാക്കുക. ദെൻ നെക്സ്റ്റ് കോർണറിൽ വന്നിരിക്കുന്ന അലോക്കേഷൻ എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അത് 10 + x എന്നാണ്. ഓൾട്ടർനേറ്റീവ്ലി ഇങ്ങനെ നമ്മൾ മൈനസ് പ്ലസ് മൈനസ് അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ദെൻ അടുത്ത കോർണറിൽ വന്നിരിക്കുന്ന അലോക്കേഷൻ 105 യൂണിറ്റ്സ് ആണ്. അതിന് നമ്മൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്. അപ്പം അല്ല മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓൾട്ടർനേറ്റീവിലല്ല, ആദ്യം മൈനസ് ചെയ്തു, ദെൻ പ്ലസ് ചെയ്തു, ദെൻ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പം 105 - x. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ അലോക്കേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് x, ദെൻ മൈനസ് ചെയ്യുക, 45 - x, ദെൻ പ്ലസ് ചെയ്യുക, ദാറ്റ് ഈസ് 10 + x, ദെൻ വീണ്ടും മൈനസ് ചെയ്യുക, 105 - x, ദെൻ x. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫോർമുല ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ള അലോക്കേഷൻസ് വന്നിട്ടുള്ള ആ 2 സെൽസുകൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മോഡി മെത്തേഡ് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ മൈനസ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? 45 - x-ഉം 105 - x-ഉം. അപ്പോൾ ഇതിനൊരു നമ്മൾ ഫോർമുല ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് x = 45 കിട്ടും, സെക്കൻഡ് x = 105 കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, x = 45. അപ്പോൾ നമ്മൾ എക്സിനെ 45 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ടേബിൾ കിട്ടും. അപ്പോൾ നമുക്ക് എക്സിലോട്ട് അലോക്കേഷൻ 45 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫോർമുല ഫോം ചെയ്തായിരുന്നു. നെക്സ്റ്റ് സെല്ലിൽ വരുമ്പോൾ 45 - x എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ അവിടെ 0 അലോക്കേഷനാണ്, അവിടെ അലോക്കേഷൻ വരേണ്ട ആവശ്യമില്ല. ആ ഒരു അലോക്കേഷനാണ് നമ്മൾ നെക്സ്റ്റ് ഇങ്ങോട്ട് മാറ്റിയത്. ഓക്കെ, ആ ഒരു സെല്ലിലെ അലോക്കേഷൻ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഈ അൺഒക്യുപ്പൈഡ് സെല്ലിലോട്ട് പുതിയതായിട്ട് കൊടുത്തു. ദെൻ താഴെ വരുമ്പോൾ 10 + x ആണ്. അപ്പം 10 + 45. ദെൻ അടുത്തത് വരുമ്പോൾ 105 - x ആണ്, അതായത് 105 - 45.
അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പുതിയ അലോക്കേഷൻസ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ടേബിൾ എങ്ങനെ വരും? ഇങ്ങനെയാണ് നമ്മുടെ പുതിയ അലോക്കേഷൻ വരേണ്ടത്. ആ 45 യൂണിറ്റ്സ് കണ്ടോ, 45 യൂണിറ്റ്സ് നമ്മൾ പുതിയ അൺഒക്യുപ്പൈഡ് സെല്ലിലോട്ട് നെഗറ്റീവ് DIJ വന്നിരിക്കുന്ന ആ ഒരു സെല്ലിലോട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് അലോക്കേഷൻ അവിടെ 45 - 45 സീറോ അലോക്കേഷനാണ്. അവിടെ ഇനി അലോക്കേഷൻ ഒന്നും വരുന്നില്ല. ദെൻ തൊട്ട് താഴെയായിട്ട് 10 യൂണിറ്റ്സ് ആയിരുന്നു, അവിടെ 45 കൂടി ആഡ് ചെയ്തു. അപ്പോൾ 10 + 45 യൂണിറ്റ്സ് ആയി. ദെൻ അടുത്തത് 105 യൂണിറ്റ്സ് ആയിരുന്നു അവിടെ അലോക്കേഷൻ വന്നിരുന്നത്. 105 - 45 അതായത് 60 യൂണിറ്റ്സ് ആയി. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിളാണ് നമുക്ക് കിട്ടുക പുതിയതായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു അലോക്കേഷൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ UI/VJ വാല്യൂസ് കൺസിഡർ ചെയ്ത്, അപ്പോൾ ഇത് നമുക്ക് പുതിയൊരു അലോക്കേഷനാണ്, ഒരു ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷനായിട്ട് നമുക്ക് ഒപ്റ്റിമാലിറ്റി ആവാൻ സാധ്യതയുള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ UI/VJ വാല്യൂസ് കണ്ടുപിടിക്കണം. ഒക്യുപ്പൈഡ് സെൽസിൻ്റെ ഫസ്റ്റ് വെച്ചിട്ട് UI/VJ വാല്യൂസ് കണ്ടുപിടിക്കുക. അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അവിടെയും നമുക്ക് ഒപ്റ്റിമാലിറ്റി കിട്ടില്ല. ഏകദേശം ഒരു 3 ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഒപ്റ്റിമാലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് കോസ്റ്റ് തന്നെ കൺസിഡർ ചെയ്ത് UI/VJ വാല്യൂസ് കണ്ടുപിടിച്ച് ലൂപ്പ് ഫോം ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക ബാക്കി 2 ടേബിളിൻ്റെയും. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തെറ്റാൻ കാരണം നിങ്ങൾ ആ കോസ്റ്റിന് പകരം അലോക്കേഷൻ UI/VJ വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതായിരിക്കും വന്നിരിക്കുന്ന മിസ്റ്റേക്ക്. അപ്പോൾ ഇങ്ങനെ തന്നെ ടെക്സ്റ്റിലുള്ള അതേ ഒപ്റ്റിമം സൊല്യൂഷൻ അല്ല, ഇത് സൊല്യൂഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും ചെയ്ത് നോക്കിയിട്ട് ബാക്കി നിങ്ങൾ ചെയ്തിട്ട് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആക്കി എനിക്ക് അയയ്ക്കുക കേട്ടോ.